പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മീഡിയ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്. നമുക്ക് ആനുകൂല്യങ്ങൾ സാമ്പത്തികമായിട്ട് കൈകളിലേക്ക് ലഭിക്കുമ്പോൾ വളരെ സന്തോഷം നൽകും. അപ്പോൾ രണ്ട് ആനുകൂല്യങ്ങളൊക്കെ ഒരുമിച്ച് കൈകളിലേക്ക് ലഭിക്കുമ്പോൾ വലിയ സന്തോഷം ഉണ്ടാകുമെന്നുള്ളൊരു കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അങ്ങനെയാണ് ഇന്നു മുതൽ നമുക്ക് ആനുകൂല്യങ്ങൾ എത്തി തുടങ്ങിയാണ്. 4000 രൂപ വരെയാണ് ഇന്നു മുതൽ നമുക്ക് എത്താൻ പോകുന്നത്. അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകൾ, PM കിസാൻ സമ്മാൻ നിധി യോജന, ക്ഷേമ പെൻഷൻ ആനുകൂല്യം, ഇത് രണ്ടും കൈപ്പറ്റുന്ന എല്ലാ ആളുകളും ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണുക. വളരെ പ്രാധാന്യം അറിയിക്കുന്ന അറിയിപ്പുകൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നു. എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്യുക. വീഡിയോ ഷെയർ ചെയ്ത് പരമാവധി മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക. നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ പരിശോധിക്കാം. സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ പോലെ ഏറ്റവും ബൃഹത്തായ രാജ്യത്താകമാനം ഒരു വലിയ മാറ്റം കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് കിസാൻ സമ്മാൻ നിധി യോജന. രാജ്യത്താകമാനമുള്ള കർഷകരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് പ്രധാനമന്ത്രി PM കിസാൻ സമ്മാൻ നിധി യോജന എന്ന് പറയുന്ന ഈ ഒരു പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത്. രാജ്യത്ത് ഇതുവരെയായിട്ടും ഒരു മുടക്കവും നൽകാത്ത, അല്ലെങ്കിൽ മുടക്കവും ഉണ്ടാകാതെ കറക്റ്റായിട്ട് തുക വിതരണം ചെയ്യുന്ന ഒരു പദ്ധതികളിലൊന്നാണ് PM കിസാൻ സമ്മാൻ നിധി യോജന. ഇതിൻ്റെ അടുത്ത ഗഡുവിൻ്റെ വിതരണം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ന് 5 മണിയോടുകൂടി നമ്മളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേരും. ഒരു മാറ്റവും ഉണ്ടാകില്ല. പറഞ്ഞ സമയത്ത് തന്നെ, ഒരു വാക്കുമാറ്റവുമില്ലാതെ പറഞ്ഞ സമയത്തിനകം തന്നെ ഈ ഒരു തുക പ്രധാനമന്ത്രി ഒറ്റത്തവണയായിട്ട് രാജ്യത്താകമാനമുള്ള PM കിസാൻ സമ്മാൻ നിധി യോജനയുടെ അംഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് ഒറ്റത്തവണയായിട്ട് തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇന്ന് 5 മണിയോടുകൂടി എത്തും. തീർച്ചയായിട്ടും തുക കിട്ടിയ ആളുകൾ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. അതുപോലെ തന്നെ കിട്ടാത്ത ആളുകളും അറിയിക്കുക. കാരണം പറഞ്ഞ സമയം കേന്ദ്ര സർക്കാർ ആ പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ തുക വിതരണം ചെയ്ത് അതിൻ്റെ വാക്ക് പാലിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇന്ന് 5 മണിയോടുകൂടി തുകയെത്തും. രണ്ടാമത്തെ കാര്യം, ഈ ഒരു മാസത്തിൽ നമുക്ക് ലഭിക്കുക 2000 അല്ല 4000 രൂപയാണ് ആനുകൂല്യമായിട്ട് സാമ്പത്തികമായിട്ട് ലഭിക്കുക. അത് ചിലപ്പോൾ 5000 രൂപ വരെയാക്കി ഉയർന്നേക്കാം. നമുക്കറിയാം 3 ആനുകൂല്യങ്ങളാണ്. ഒന്ന് കിസാൻ സമ്മാൻ നിധി, ഒന്ന് ക്ഷേമ പെൻഷൻ, അതുപോലെ തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷൻ. ഇതുപോലെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പെൻഷൻ പദ്ധതിയിലെ ആനുകൂല്യങ്ങൾ, അല്ലെങ്കിൽ 1000 രൂപ വീതമുള്ള പദ്ധതികൾ, ആനുകൂല്യങ്ങൾ, തുകയുടെ വിതരണം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ 20-ാം തീയതി കഴിയുമ്പോൾ തന്നെ ഈ അടുത്ത ഗഡു ക്ഷേമ പെൻഷൻ തുക 2000 രൂപ കൂടി ലഭിക്കുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിൽ ഒരു തടസ്സവും ഉണ്ടാകില്ല. തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സമയം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഈ സർക്കാർ ഇതിനുവേണ്ടി 2-3 മാസത്തെ തുക ഔദ്യോഗികമായിട്ട് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ക്ഷേമ പെൻഷനും അതുപോലെ സ്ത്രീ സുരക്ഷാ പെൻഷനും ഉൾപ്പെടെ 5000 രൂപ നമുക്ക് ഈ മാസം നമ്മളുടെ കൈകളിലേക്ക് എത്തുകയാണ്, അല്ലെങ്കിൽ എത്തിയിരിക്കുകയാണ്. ഇതിലൊരു മാറ്റം ഉണ്ടാകില്ല. കാരണം ഇലക്ഷൻ നടക്കുകയാണ്. അതുകൊണ്ട് ക്ഷേമ പെൻഷൻ്റെ വിതരണത്തിലൊന്നും യാതൊരു തരത്തിലും ഒരു മാറ്റവും വരാൻ ഒരു സാധ്യതയുമില്ല. ഒരു ശതമാനം സാധ്യത പോലും ഇന്ന് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അപ്പോൾ ഇത് തന്നെയായാലും ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ 2000 രൂപ, സ്ത്രീ സുരക്ഷാ പെൻഷൻ 1000 രൂപ, കിസാൻ സമ്മാൻ നിധി യോജനയുടെ ഈ പ്രാവശ്യത്തെ ഗഡു, അടുത്ത ഈ 4 മാസത്തെ ഗഡുവായിട്ടുള്ള 2000 രൂപ, മുഴുവനായിട്ട് 5000 രൂപയാണ് നമുക്ക് ഈ ഒരു മാസത്തിൽ ലഭിച്ചിരിക്കുന്നത്. ഇത് തന്നെയായാലും വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്താ അറിയിപ്പാണിത്. ഇതുമായി ബന്ധപ്പെട്ട് സംശയങ്ങളുള്ളവർ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. പെൻഷൻ തുകയും അതുപോലെ തന്നെ കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം കിട്ടുന്നവർ തീർച്ചയായും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന്